ഹലോ കൂട്ടുകാരെ, ഇന്നും ഒരു ഫാമിലി വ്ലോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറശ്ശിനിക്കടവുള്ള സ്നേക്ക് പാർക്കിലേക്കാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. അവിടെ ഫ്രണ്ടിൽ തന്നെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് സൂ എന്നൊക്കെ എഴുതി ഒരു സിമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഓരോ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു പൂട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞുമക്കൾ രണ്ടുപേരും കൂടെ ചെന്ന് നോക്കിയപ്പോൾ ഈ കിടക്കുന്ന അവതാരത്തെ കണ്ടറിഞ്ഞ് അമ്മേ ദേ നമ്മുടെ അപ്പക്കുട്ടൻ, ഞങ്ങളുടെ വീട്ടിലുള്ള അക്വേറിയത്തിൽ കാണുന്ന മീനാണ് കേട്ടോ, ആ കുഞ്ഞുമീൻ. അവനെ അപ്പക്കുട്ടൻ എന്നുള്ള ഓമന പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്മേ ദേ അപ്പക്കുട്ടൻ കിടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവനോട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കിടന്നു. ഉള്ളിലേക്ക് തന്നെ കിടന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ്. അവിടെ ഉള്ളിലേക്ക് വന്ന് ഒരുപാട് മീനുകൾ ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. റെഡ് ബെല്ലീഡ് നട്ടർ, സീബ്ര, ടിലിപ്പിക്ക, വിഡോ ടെട്ര, കോയ് കാപ്പ്, ഏഞ്ചൽ ഫിഷ്, ക്യാറ്റ് ഫിഷ്, ഷേക്ക് ഹെഡ്, മിസ് കേരള, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ കാണാൻ പറ്റി. അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിയിൽ ഓരോരോ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരും സയൻറ്റിഫിക് നെയിമും ആയിട്ടുള്ള പല വെറൈറ്റി കളറിൽ പലതരം ഡിസൈൻസിൽ പല വലിപ്പത്തിൽ ഒക്കെ മീനിനെ കാണാൻ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. പോകാൻ പറ്റുന്നവരൊക്കെ പോവുക, വെക്കേഷനല്ലേ, കുഞ്ഞുമക്കളായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. കുഞ്ഞുങ്ങൾക്ക് മീനുകളിലേക്കുള്ള ഇഷ്ടം ഇത് കാണുന്തോറും കൂടുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ പോയി കാണണം. ഒരുപാട് വെറൈറ്റി ഫിഷ് ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ക്ലിമ്മിങ് പേൾ എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്. ഇതാണ് മിസ് കേരള ഫിഷ്. അതൊക്കെ ഇങ്ങനെ പേരൊക്കെയുള്ള മീനൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് തന്നെ ആദ്യമായിട്ടാണ്. പിന്നെ അവിടുന്ന് ആ സെക്ഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ മറ്റേ മരപ്പെട്ടി, കാട്ടുപൂച്ച ഒക്കെയുള്ള സെക്ഷനിലേക്ക് നടക്കുകയാണ്. കാണാൻ തന്നെ ഒരു ഉന്മാദം. ആ വഴികളിലൊക്കെ കാണുന്ന ഒരുപാട് ചെടിയും കാറ്റും ഒക്കെ ആയിട്ട് ഇതാണ് കേട്ടോ മരം. കാട്ടുപൂച്ച ഇരിക്കുന്നത് കണ്ടോ. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ബോർഡ്സുകളും എല്ലാ സെക്ഷൻ്റെ അടിയിലുണ്ട്. പിന്നെ ഞങ്ങളൊരു ഗുഹയുടെ അകത്തോട്ട് കയറി. ഇവിടെ പണി നടക്കുന്നതേ ഉള്ളേ. വലിയ വലിയ എന്താ പറയുക, നമ്മുടെ പാമ്പിനെയൊക്കെ കൊണ്ടിടാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്യും. അവിടുന്ന് ഞങ്ങൾ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും അവിടെയും കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ വരകളൊക്കെ ഒരുപാടുണ്ട്. അവിടെ നേരെ പോയിട്ട് കുരങ്ങന്മാരുടെ അടുത്താണ് കേട്ടോ. എന്തോരം കുരങ്ങന്മാരാണെന്നറിയുമോ. നമുക്ക് കുരങ്ങന്മാരെ പിന്നെ എല്ലാവർക്കും കാണുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം അവിടെ നിന്നൊക്കെ പതുക്കെ ഇങ്ങനെ നടന്ന് ഓരോ സെക്ഷനിലും ഓരോ ആൾക്കാർ ഇരിപ്പുണ്ട്. പക്ഷേ കുരങ്ങന്മാരുടെ അടുത്ത് അത്ര ചിലവഴിച്ച സമയം വേറെ ആരുടെ അടുത്ത് മക്കൾ ചിലവഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതൊരു സെക്ഷനാണ്. അവിടുത്തെ ഒന്നും എന്താ പറയുക ആൾക്കാരില്ല. അത് കഴിഞ്ഞ് രണ്ട് കുരങ്ങന്മാർ ഇവിടെ നിന്ന് പേ നോക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞ് അവിടെ ഒരു വേറൊരു വാവ നിൽപ്പുണ്ടായിരുന്നു. ആ വാവ വന്നിട്ട് അമ്മ ഇത് പേ നോക്കുന്നു, എൻ്റെ തലയിലും ഉണ്ടല്ലോ പേ. അത് കഴിഞ്ഞ് വേറൊരാളത് ഇവിടെ കുത്തിയിരിപ്പുണ്ട്. ആൾക്കാരെ എല്ലാം നോക്കി, ആൾക്കാരെല്ലാം ശൂശു പഠിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്തിരിപ്പുണ്ട്. പിന്നെയും കുറേ കുട്ടിക്കുരങ്ങന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് വെളിയിലോട്ടൊക്കെ കൈയിട്ടിട്ട് എന്തെണ്ണൊക്കെ എടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം കൂടുതൽ അടുത്ത് നിൽക്കേണ്ട, തൊടാൻ ശ്രമിക്കരുതെന്നൊക്കെ അവിടുത്തെ സെക്യൂരിറ്റീസ് പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്തോറും ഓരോ നാളുകാരുടെ പേരിലുള്ള ചെടികളും അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ എഴുതിയ ഒരു സെക്ഷനാണത്. എല്ലാവരും അവരവരുടെ നാളുകളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഈ സെക്ഷൻ വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാണാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് നാളുകൾക്ക് ഇന്ന മരങ്ങൾ എന്നുള്ള രീതിയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എമു എൻ്റെ അടുത്താണ്. അവിടെ 2 എമു ഉണ്ട്. ഒരു പയ്യൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനൊന്നും അവർക്കറിയാം അവരുടെ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഒരുപാട് ബോർഡുകളുണ്ടോ, ബോർഡുകൾ എക്സ്പ്ലനേഷൻ കോഡ് വെച്ചിട്ടുണ്ട് നമുക്കറിയാത്ത പല കാര്യങ്ങളും കൊണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ചക്കിപ്പരുന്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ സൂം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് അവിടെ മരത്തിലിരിക്കുന്നത്. ചക്കിപ്പരുന്താണ് ഇരിക്കുന്നത്. വേറെ രീതിയിലൊക്കെ ഉള്ളതുണ്ടായിരുന്നു തോന്നുന്നു. നമുക്ക് ഓരോ ബോർഡ് കാണുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ഇതാണ് ചക്കിപ്പരുന്ത്. അപ്പോൾ അങ്ങനെ ചക്കിപ്പരുന്തിനെയൊക്കെ കണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്.
അവിടെ ഉള്ളത് ഒരു മെയിൻ ഐറ്റമാണ് അതേ മയിൽ. നമ്മൾ 2 മയിലുണ്ടായിരുന്നു. ഒരു മയിലിനെ നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ ഒരാൾ ആ സൈഡിൽ കൂടെ വാല് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ടോ. അപ്പോൾ അതിനെ കാണാൻ പറ്റാത്ത സങ്കടം ഭയങ്കരമായിരുന്നു കേട്ടോ. നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടും വന്നില്ല. അവസാനം അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആ പുള്ളി ഉള്ളിൽ കിടന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ ആയിട്ട് നമുക്ക് എടുത്ത് തന്നു. ഈ ഒരു അവസരത്തിൽ പയ്യനോടും ശരിക്കും താങ്ക്സ് പറയണം. അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ കാണാൻ പറ്റത്തില്ലായിരുന്നു. കാരണം മയിൽ നോക്കാൻ വേണ്ടി പ്രത്യേകതര സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളി. അങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മയിലിൻ്റെ ഭംഗി വേറെ ആർക്കുമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് മയിലിനെ ഇത്ര അടുത്ത് കാണുമ്പോഴാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടല്ലോ, അത് ആ പയ്യൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വാലുകളൊക്കെ നീട്ടി പുള്ളി നടന്നു പോവുകയാണ്. അങ്ങനെ എനിക്ക് ആ വീഡിയോ എടുത്ത് തന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ റെപ്റ്റൈൽ സൗണ്ടിലേക്കാണ് പറയുന്നത്. പാമ്പുകളെ ഇഷ്ടമുള്ളവരും പേടിയുള്ളവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പാമ്പ് സെക്ഷനിലോട്ട് നടന്നു. ഇവിടെ വിദ്വാൻ ഉടങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കണ്ടാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഗ്ലാസ് ബ്രിഡ്ജ് ആയതുകൊണ്ട്, ഗ്ലാസ് കോട്ടായതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടോ, എൻ്റെ പൊന്നോ, കണ്ടപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ എന്തൊക്കെ ഇങ്ങനെ അരിച്ചു കയറുന്ന പ്രതീതിയൊക്കെയാണ് കേട്ടോ പാമ്പിൻ്റെ വീഡിയോസ് എടുക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ, അങ്ങനെ എടുത്തതാണ്. അമ്മയൊക്കെ മാറി. അമ്മ പാമ്പിൻ്റെ വീഡിയോസൊന്നും എടുത്തതേ ഇല്ല. അമ്മ പറഞ്ഞു എനിക്ക് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അമ്മ മാറുക ചെയ്തത്. പക്ഷേ നിങ്ങളെ കൂടെ കാണിക്കണ്ടേ ഞാൻ കണ്ട കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എടുത്തത്. പെരുമ്പാമ്പാണ് കേട്ടോ ഈ കിടക്കുന്നത്. സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഇന്ത്യൻ കോബ്രയാണ്. ആ കുടിലിൻ്റെ അകത്ത് കിടക്കുന്നതുണ്ടോ, അതാണ്. വേറെ ഒരെണ്ണം അവിടെ മേളിലും കിടപ്പുണ്ടായിരുന്നു, അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം റസൽ വൈപ്പ്, അതും ആ ചെറിയ കൂടിനകത്ത് കിടപ്പുണ്ട്. ഇതാണ് സംഭവം. പിന്നെ വെറൈറ്റി പാമ്പുകളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും അതിൻ്റെ നിങ്ങൾക്കറിയാവോ എന്നുള്ള ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ്. ഇത് അടുത്ത ആളവിടെ കിടക്കുന്നുണ്ടോ, കണ്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത ഈ പുള്ളിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ തടിക്കഷ്ണത്തിൻ്റെ മേലിൽ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ ആ ചെറിയ കല്ലിൻ്റെ പുറകിലും കാണുന്നുണ്ടോ, ഉണ്ടെന്ന് വിശ്വസിക്കുകയാണേ. അടുത്തത് ഗ്രീൻ ഇക്വാന എന്നുള്ള സാധനമാണ്, നമ്മുടെ ഓന്തെന്നൊക്കെ പറയും എന്ന രീതിയിൽ കേട്ടോ. അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് മുതലകളുടെ സെക്ഷനിലേക്ക് വന്ന് എന്തോരം മുതലകളാണെന്നറിയാമോ. നോക്കൂ നിങ്ങൾക്ക് കാണുന്നുണ്ടോ. അതിനകത്ത് നമുക്കിപ്പോൾ വെള്ളത്തിലും കിടക്കുന്ന കാണാം കേട്ടോ. വെള്ളത്തിലൊരു 5 കിടപ്പുണ്ട് വെള്ളത്തിൽ. പുറമേ നമുക്ക് 3 ആണെങ്കിലും ഉള്ളിൽ 2 കൂടെ, അങ്ങനെ 5ഓളം മുതലകൾ വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് തന്നെ, മഗറിനെയൊക്കെ. അപ്പോൾ മോളോടെ നിന്ന് എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് കടിക്കില്ല, ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ക്രൊക്കഡൈൽ ഹണ്ടറായിട്ടുള്ള ഓസ്ട്രേലിയൻ സൂ കീപ്പറിൻ്റെ സ്റ്റീഫൻ റോബോട്ടിൻ്റെ ഒരു പ്രതിമ പോലെ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സെറ്റപ്പിലായിരുന്നു കേട്ടോ ആ സെക്ഷൻ ഫുള്ളുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കാഴ്ചകളും മരങ്ങളും നല്ല കാറ്റൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ കണ്ട് നമ്മൾ മെയിൻ ഐറ്റമായ നമ്മുടെ അടുത്ത 2 സെക്ഷനിലോട്ട് പോവുകയാണ്. ഇവിടെ ഗ്ലാസ്സിൽ ടച്ച് ചെയ്യരുത് എന്ന് സ്ട്രിക്റ്റായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ അവിടെ കിടക്കുന്ന കണ്ടോ. അതിനുശേഷം ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ഇവിടെയും ആ കുടം പോലെ കമത്തി വെച്ചിരിക്കുന്ന സാധനമല്ലേ, അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. കോമൺ ക്രേറ്റ് എന്നാണ് അതിൻ്റെ പേര് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ അടുത്ത സെക്ഷൻ, അതായത് സ്മോൾ സ്നേക്ക് ഹൗസ്, അവിടേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ പച്ചിലപ്പാമ്പാണ് ഫസ്റ്റ് കിടക്കുന്നത് കേട്ടോ. അദ്ദേഹത്തെ നോക്കൂ, ആടിക്കളിക്കട കൊച്ചിരമ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇഴഞ്ഞൊക്കെ കിടക്കുന്നത്. എനിക്കൊന്ന് ഈ പാമ്പുകളുടെ കൂട്ടത്തിൽ ഞാൻ അനങ്ങി കണ്ടത് പച്ചിലപ്പാമ്പിനെ മാത്രമാണ്. ബാക്കി ഒറ്റ എണ്ണവും അനങ്ങിയിട്ടില്ല. എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. അവിടെയുണ്ട് ആ ചെടിയുടെ പുറകിൽ. ഈ സെക്ഷൻ ഇവിടെ ഇദ്ദേഹത്തെ മാത്രം ഞാൻ കണ്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മണ്ണ് മുക്കൻ പാമ്പോ അങ്ങനെ കണ്ടായിരുന്നു എൻ്റെ പേര് പറഞ്ഞിരുന്നു, ഓർക്കുന്നില്ല. അത് മണ്ണിനടിയിലാണ് കിടക്കുന്നത് അത്രേ. അപ്പോൾ അതിനെ മാത്രം കാണാൻ പറ്റില്ല. ഇദ്ദേഹവും ആ ചെടിയുടെ സൈഡിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാവോ? കാണുന്നില്ലേ നോക്കൂ. അടുത്ത മണ്ണൂലിയും ഇവിടെ കിടപ്പുണ്ട്. കുടമ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് ഇരുതലയൻ പാമ്പിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 2 കല്ലിൻ്റെ ഇടയിൽ. അങ്ങനെ അവന്മാരെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ഗരുഡൻ്റെ ഒരു
പ്രതിമ പോലെയുണ്ട്. അവിടുന്ന് കോബ്ര ഹൗസ്. എൻ്റെ പൊന്നോ, ശരിക്കും പേടിച്ചു പോയി. ഞാൻ ആദ്യം നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ നടന്ന് അറ്റത്ത് വന്നപ്പോൾ ചെറിയ ആൾ പറഞ്ഞു, അമ്മേ തീ കിടക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അറ്റത്തൂടായിരുന്നു നടന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പേടിച്ചു പോയി. നോക്കിയപ്പോൾ ഇങ്ങനെ അട്ടിയിട്ട കണക്കാണ് കിടന്നുകൊണ്ടിരുന്നത് ഇന്ത്യൻ കോബ്ര എന്ന് പറയുന്നത്. ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡിലൊക്കെ ആയിട്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. മേളിൽ ടേബിളിൻ്റെ മണ്ടയ്ക്ക് പോലെ കിടക്കുന്നത്. ഇതൊക്കെ ശരിക്കും കണ്ടപ്പോൾ പേടിയുണ്ടെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ശരീരത്തോട് എന്തോ ഇങ്ങനെ അരിച്ചിറങ്ങുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത്. അടുത്തത് കിങ് കോബ്ര ആണ്. നമ്മുടെ രാജാവിനെ കണ്ടോ? രാജാവ് നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കുകയാണ്. അങ്ങേ അറ്റം മുകളിലേക്ക് ബോർഡ് അപ്പുറത്തെ സൈഡിലും അദ്ദേഹം കിടക്കുന്ന ഇങ്ങേ അറ്റത്ത് വന്നാണ് കിടക്കുന്നത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് അപ്രകൃതി രമണീയൊക്കെ ആസ്വദിച്ച് അവിടുന്ന് ഒരു ഐസ്ക്രീമും തട്ടി ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ്. ശരിക്കും നല്ലൊരു വൈബൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതിനകത്ത് കയറി കാണുക എന്നുള്ളത് നമുക്ക് ഇത്രയും വെറൈറ്റി ഉണ്ടെന്നൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷം. അവിടെ ഒരു ബോർഡ് പോലെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് കുഞ്ഞുങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ കയറി കറങ്ങിയതിൻ്റെ ക്ഷീണം മാറ്റാൻ വഴിയിൽ നിന്നൊരു കടയിൽ നിന്ന് ഉപ്പിലിട്ടതും തിന്ന് സോഡ സർബത്തും കുടിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീട്ടിൽ കാണാം.